Hi everyone, welcome to Competitive Cracker. എൻ്റെ പേര് ബിസി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി പ്രിലിംസിന്റെ IT റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഫേസ് 1ഉം ഫേസ് 2ഉം ഓൾറെഡി എക്സാംസ് കഴിഞ്ഞു അല്ലേ? ഇനിയുള്ളത് മെയിൻ എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് IT റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു വ്യത്യസ്ത ആശയവിനിമയ പ്രോട്ടോകോളുകൾ പിന്തുടരുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാൻ ഏത് നെറ്റ്വർക്ക് ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യുന്ന രണ്ട് നെറ്റ്വർക്ക് ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ അഥവാ ബന്ധിപ്പിക്കാൻ ഏത് ഡിവൈസ് ആണ് നമ്മളോട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ. ഫസ്റ്റ് വണ്ണിൽ കിടക്കുന്നത് സ്വിച്ച് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സ്വിച്ച് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ ഒരു റൂൾസ് ഫോളോ ചെയ്യുന്ന ഒന്നല്ല. അതായത് സ്വിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ലാബിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലായിക്കോട്ടെ ഓഫീസിലായിക്കോട്ടെ നമുക്കൊരു 10 കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ 10 കമ്പ്യൂട്ടേഴ്സിനും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്വിച്ച് ഉണ്ടാക്കും അല്ലേ? ഒരു കോമൺ ആയിട്ടൊരു സ്വിച്ച് ഉണ്ടാക്കും. അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്നു പറഞ്ഞാൽ സ്വിച്ച് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്ന ഒന്നല്ല. അപ്പൊ ഒരിക്കലും നമ്മുടെ ആൻസർ സ്വിച്ച് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. സെക്കൻഡ് ഓപ്ഷൻ കിടക്കുന്നത് ബ്രിഡ്ജ് എന്നാണ് പറഞ്ഞാൽ. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? സിമിലർ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് തമ്മിൽ മാറിപ്പോയല്ലേ? സിമിലർ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അത് ഒരിക്കലും ഒരു പ്രോട്ടോകോൾസിനെ ഫോളോ ചെയ്യുന്ന ഒന്നല്ല. ഒരിക്കലും നമ്മുടെ ആൻസർ ബി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നുള്ളത് റൂട്ടർ ആണ്. റൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പേരിൽ തന്നെ ഉണ്ടല്ലോ, ഒരു പാത്ത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതായത് രണ്ട് നെറ്റ്വർക്ക്സ് തമ്മിലുള്ള ഒരു റൂട്ട് അല്ലെങ്കിൽ പാത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നൊരു ജോലിയാണ് ആർക്കുള്ളത്? റൂട്ടർ എന്ന ഡിവൈസിന് ഉള്ളത്. പിന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ എന്തായാലും ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക അല്ലെ? ഗേറ്റ് വേ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. അതായത് ഡിഫറെന്റ് റൂൾസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ അഥവാ ബന്ധിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസർ ആണ് എന്തെന്ന് പറഞ്ഞാല് ഗേറ്റ് വേ എന്ന് പറഞ്ഞാല്. നമുക്കൊരു ഇമേജിൽ കാണാൻ സാധിക്കും. റൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരുന്നു? കണക്ട് ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് നെറ്റ്വർക്ക്സ് തമ്മിലുള്ള ഒരു ഡേറ്റ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് കണ്ടുപിടിക്കാനായിട്ടായിരുന്നു റൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? രണ്ട് നെറ്റ്വർക്ക്സ് തമ്മിലുള്ള ഒരു ട്രാഫിക് കുറയ്ക്കുക, അതായത് ഒരു ബ്രിഡ്ജ് പോലെ നിയന്ത്രിക്കുക എന്നുള്ളതായിരുന്നു ബ്രിഡ്ജിന്റെ ജോലി. അടുത്തത് ഗേറ്റ് വേ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു അല്ലേ? പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യുക എന്നൊരു ജോലിയാണ് ആർക്കുള്ളത്? ഗേറ്റ് വേക്കുള്ളത്. മോണോ എന്ന് പറഞ്ഞാൽ അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലോട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഇമേജ് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ PSCയിൽ നിരവധിയായിട്ട് ചോദിക്കുന്നതായിരിക്കും ബ്രിഡ്ജിന്റെയും സ്വിച്ചിന്റെയും ഗേറ്റ് വേയുടെയും അതുപോലെ തന്നെ റൂട്ടറിന്റെയും ഒക്കെ ഡിഫറൻസ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് പഠിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലോഗിൻ ക്രെഡിഷനുകൾ ശേഖരിക്കുന്നതിന് ഒരു സൈബർ കുറ്റവാളി ഒരു ബാങ്കിന്റെ പോർട്ടലിനോട് സാമ്യമുള്ള ഒരു വ്യാജ വെബ്സൈറ്റ് സൃഷ്ടിക്കുന്നു. ഈ പ്രവർത്തനം ഏറ്റവും നന്നായി പ്രതിനിധീകരിക്കുന്നു. അപ്പൊ ഒരു സൈബർ കുറ്റത്തെ കുറിച്ചാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു സൈബർ കുറ്റവാളി ബാങ്കിന്റെ പോർട്ടലിനോട് സാമ്യമുള്ള ഒരു വ്യാജ വെബ്സൈറ്റ് ആണ് ഇവിടെ സൃഷ്ടിക്കുന്നത് അല്ലെ? ഇപ്പൊ ഒരു ബാങ്കിന്റെ വെബ്സൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതുവഴി യൂസറിന്റെ യൂസർ നെയിമും പാസ്വേഡും OTP ഒക്കെ ശേഖരിച്ച് അയാളെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ക്രൈമിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നവരാണ്, അതുപോലെ തന്നെ ഇത്തരം ന്യൂസുകൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നവരാണ് തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. അഥവാ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പഠിച്ചു പോവുകയാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്ന ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് കയറുകയും നമ്മുടെ സിസ്റ്റത്തിന്റെ ഡേറ്റാസിനെ ആക്സസ് ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹാക്കിംഗ് ഒരിക്കലും ഒരു പോർട്ടലിനോട് സാമ്യമുള്ള ഒരു പോർട്ടൽ സൃഷ്ടിച്ച് നമ്മളെ കബളിപ്പിക്കാനുള്ള അതില്ല. ഓപ്ഷൻ എ ഒരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. അടുത്തത് കിടക്കുന്ന ഐഡന്റിറ്റി തീഫ്റ്റ് ആണ്. ഐഡന്റിറ്റി തീഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നിന്ന് ശേഖരിച്ച് നമ്മളെ കബളിപ്പിക്കുന്നതിനായിരിക്കും ഐഡന്റിറ്റി തീഫ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ മിസ്യൂസ് ചെയ്യണം. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ നമ്മുടെ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പേരിൽ ഒരു ലോൺ എടുക്കുകയാണല്ലേ, നമ്മുടെ പാസ്ബുക്ക് യൂസ് ചെയ്തുകൊണ്ട്. അതുപോലെ നമ്മൾ അറിയാതെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് നമ്മൾ മിസ്യൂസ് ചെയ്യുക എന്നൊരു ജോലിയാണ് ഐഡന്റിറ്റി തീഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അടുത്തത് പറഞ്ഞാൽ ഫിഷിംഗ് ആണ്. നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് എന്താണ്? ഫിഷിംഗ് ആണ് കേട്ടോ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആയിരിക്കും. കാരണം ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റോ ലിങ്കുകളോ ക്രിയേറ്റ്
ക്രിയേറ്റ് ചെയ്ത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രൈമിനെയാണ് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ഇപ്പോൾ നമുക്കൊരു മെയിൽ വരികയാണ്, നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആയെന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്കും കൂടെ അയച്ചു. നമുക്കപ്പോൾ ടെൻഷൻ ആവും, നമ്മൾ ആ ലിങ്കിൽ കയറുന്നു, നമ്മുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കൊടുക്കും. ആ ഡീറ്റെയിൽസ് പോകുന്നത് എങ്ങോട്ടായിരിക്കും? ഒരു ക്രിമിനൽസിന്റെ അടുത്തോട്ടായിരിക്കും. അതുവഴി നമ്മളെ അപായപ്പെടുത്താൻ എന്തിനു പറ്റും? ഒരു ഫിഷിംഗ് എന്ന് പറഞ്ഞ ക്രൈമിന് സാധിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ അത് ആൻസർ എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആയിരിക്കും. കാരണം ക്വസ്റ്റിനിൽ എന്തൊരു പോർട്ടിനോട് സാമ്യമുള്ളതെന്ന് ചോദിക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും? ഫിഷിംഗ് ആയിരിക്കും ഇവിടെ വരുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് സൈബർ ടോക്കിംഗ് ആണ്. അതായത് നമ്മളെ ഹറാസ്മെന്റ് ചെയ്യുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓൺലൈനിൽ ഫോളോ ചെയ്ത് നമ്മളെ ഹറാസ്മെന്റ് ചെയ്യുക എന്നൊരു ക്രൈമിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ സൈബർ ടോക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ലേ. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ പോലെയുള്ള ഒരു വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കി ആളുകളുടെ പാസ്വേഡും അക്കൗണ്ടും വിവരങ്ങളും തട്ടിയെടുക്കുന്നതിനെയാണ് നമ്മൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ ഒരു തേർഡ് പാർട്ടി നമ്മുടെ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് കയറുകയും നമ്മുടെ ഡീറ്റെയിൽസ് സ്റ്റീൽ ചെയ്യുകയും ചെയ്യുന്നതിനായിരിക്കും നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്തായിരുന്നു ഐഡന്റിറ്റി തീഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന മറ്റൊരാളുടെ പേരും വിവരങ്ങളും ഒക്കെ യൂസ് ചെയ്ത് നമ്മളെ മിസ്യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. നമ്മുടെ അക്കൗണ്ട് ഒക്കെ നമ്മളിപ്പോൾ നമ്മുടെ പാസ്ബുക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുക്കുക, നമ്മൾ മിസ്യൂസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെക്കണേ. അപ്പൊ അടുത്ത ക്വസ്റ്റിലോട്ട് ഡയറക്റ്റ് പോകാം. അടുത്ത ക്വസ്റ്റിൽ എന്താ പറയുന്നത്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിങ് പ്രധാനമായും നേടിയെടുക്കുന്നത് വഴിയാണ്. അതായത് നമ്മൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ നമ്മൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പാട്ട് കേൾക്കും, അതുപോലെ തന്നെ ഫയൽ ഡൗൺലോഡ് ചെയ്യും, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചാറ്റിങ്ങോ പരിപാടികളൊക്കെ പോകും. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ടാസ്കിങ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മൾട്ടി ടാസ്കിങ് പ്രധാനമായും നേടിയെടുക്കുന്നത് ഏത് വഴിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വേണ്ടി കിടക്കുന്നത് വെർച്വൽ മെമ്മറി എന്നാണ്. വെർച്വൽ മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മുടെ റാമിൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, റാം ഫുൾ ആയി കഴിഞ്ഞാൽ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന മെമ്മറിയാണ് നമ്മൾ വെർച്വൽ മെമ്മറി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരിക്കലും മൾട്ടി ടാസ്കിങ് എന്ന് പ്രധാന ജോലി ഏറ്റെടുക്കാനുള്ളതില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഓപ്ഷൻ എ നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. പിന്നെ ഉള്ളത് ഓപ്ഷൻ ബി ആണ്, അതായത് പ്രോസസ് ഷെഡ്യൂളിംഗ്. അതൊക്കെ തന്നെ ഉണ്ടല്ലേ, ഒരു ഷെഡ്യൂളിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. അതായത് CPU ഓരോ ടാസ്കിനും ടാസ്ക് വേർതിരിച്ചു കൊടുക്കുന്നുണ്ട്, ഏതൊക്കെ ജോലി ആരൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പൊ CPU വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനായിട്ട് ടൈം ഷെഡ്യൂളിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു സമയത്ത് തന്നെ മൾട്ടി ടാസ്കിങ് അവിടെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താ? പ്രോസസ് ഷെഡ്യൂളിംഗ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. അടുത്തത് സി ആണ്, ഫയൽ കമ്പാരിഷൻ. അതായത് നമ്മുടെ ഒരു സ്റ്റോറേജ് മാനേജ് ചെയ്യുക എന്നുള്ള ജോലിയാണ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി അഥവാ ഫയൽ കമ്പാരിഷൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സിഫ് ഫയൽ പോലെ അതായത് നമ്മുടെ സ്റ്റോറേജ് മാനേജ് ചെയ്യുക എന്നൊരു ജോലിയായിരിക്കും ഓപ്ഷൻ സി എന്ന് ഉദ്ദേശിക്കുന്നത്. സ്പൂളിംഗ് എന്താണ്? സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരില്ല കേട്ടോ. പിന്നെന്താണ്? സ്പൂളിംഗ് ആണ്. സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് നമ്മുടെ ഡേറ്റാനെ ക്യൂ ആയിട്ട് താൽക്കാലികമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നായിരിക്കും സ്പൂളിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ എന്തായിരുന്നു? വെർച്വൽ മെമ്മറി റാം ഇല്ലാത്തപ്പോൾ ഹാർഡ് ഡിസ്ക് പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നിനായിരുന്നു നമ്മൾ ടെമ്പററി ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഇതായിട്ടായിരുന്നു നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്ന വെർച്വൽ മെമ്മറിനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോസസ് ഷെഡ്യൂളിംഗ് എന്ന പല ടാസ്കുകൾക്കും CPU ഒരു സമയം ക്രമീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന സമയത്തിന് ഓരോ ടാസ്ക് ക്രമീകരിച്ച് കൊടുക്കും. ആ ടാസ്ക് ചെയ്ത് തീർക്കാനുള്ള ഒരു സമയം, കാരണം CPU വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ടാസ്ക് ചെയ്ത് തീർക്കാനുള്ള സമയവും CPU കൊടുക്കുന്നതായിരിക്കും. അത് ഫയൽ കമ്പാരിഷൻ എന്താ? ഫയലിന്റെ സൈസ് കുറയ്ക്കുക, അതായത് സ്റ്റോറേജ് മാനേജ് ചെയ്യുക എന്നുള്ളതായിരിക്കും ആരുടെ ജോലി? ഫയൽ കമ്പാരിഷന്റെ ജോലി. സ്പൂളിംഗ് എന്താ? ഡേറ്റ ക്യൂ ആയിട്ട് താൽക്കാലികമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ പ്രിന്റർ എടുക്കുമ്പോഴേക്കും ഓരോ പാർട്ടായിട്ടല്ലേ വരുന്നത്. അപ്പൊ ഒരു ക്യൂ പോലെ സൂക്ഷിക്കുക എന്നുള്ളതായിരിക്കും ആരുടെ ജോലി? സ്പൂളിംഗിന്റെ ജോലി. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം കേട്ടോ. നമ്മുടെ അടുത്ത ക്വസ്റ്റിനിൽ പറഞ്ഞൊരു മാത്സ് ഫോളോയിങ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അതായത് താഴെ പറയുന്ന മെമ്മറി ടൈപ്പുകളെ അവയുടെ ശരിയായ ഉപയോഗവുമായി പൊരുത്തപ്പെടുത്തുക എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിനു മുന്നേ നമ്മൾ ക്വസ്റ്റിനിൽ പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യം നമുക്ക് തന്നിട്ടുണ്ട് DRAM എന്ന് തന്നിട്ടുണ്ട്, SRAM, BIOS, അതുപോലെ രജിസ്റ്ററുകൾ എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അന്ന് നമുക്ക് അത് മാത്സ് ഫോളോയിങ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് വേണ്ടി കിടക്കുന്നത് DRAM, അതായത് ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞാൽ അത് റാമിനുള്ളിലെ ഒരു മെയിൻ മെമ്മറി എന്നാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ DRAMനെ പറഞ്ഞത്. ഡൈനാമിക് റാൻഡം ആക്സസ് മെമ്മറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ റാമിലെ പ്രധാന മെമ്മറി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് കിടക്കുന്നത് SRAM അഥവാ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ റാമിനുള്ളിൽ ഒരു ക്യാഷ് മെമ്മറി പോലെ പ്രവർത്തിക്കുന്ന ഒന്നിനെയായിരിക്കും നമ്മൾ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ചോദിച്ചിരിക്കുന്നത് BIOS ആണ്, അതായത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അതായത് റോമിൽ, അതായത് റീഡ് ഓൺലി മെമ്മറിയിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് എന്ന് പറഞ്ഞാൽ BIOS അഥവാ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് ഒക്കെ ഓപ്പൺ ആകുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റം ഓൺ ആക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറഞ്ഞാൽ BIOS എന്ന് പറഞ്ഞാൽ.
പിന്നെന്താ രജിസ്റ്ററുകളാണ് പറഞ്ഞിട്ടുള്ളത്. രജിസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ CPU-ന്റെ ഒരു പ്രധാന മെമ്മറി ടൈപ്പ് ആണ് എന്ന് പറഞ്ഞാൽ രജിസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തരുന്ന ഡേറ്റ CPU-ന്റെ ഉള്ളിലെ ഡേറ്റാനെ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴേക്കും അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ രജിസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? SRAM എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 അതായത് പ്രധാന മെമ്മറിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഓപ്ഷൻ ബിയിൽ കിടക്കുന്ന എന്താ അതൊരു ക്യാഷ് മെമ്മറിയാണ് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ബയോസ് എന്ന് പറഞ്ഞാൽ ഒരു ബേസിക്, കാരണം റോമിലെ സ്ഥിരമായിട്ട് ശേഖരിച്ചു വെക്കുന്ന ഒന്നിനെ ആയിരിക്കും നമ്മൾ പറയുന്നത് റീഡ് ഓൺലി മെമ്മറിയിൽ സ്ഥിരമായിട്ട് ശേഖരിച്ചു വരിക്കുന്ന ഡീറ്റെയിൽസിനെയാണ് നമ്മൾ എന്താ പറഞ്ഞാൽ ബയോസ് അഥവാ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞത് സിസ്റ്റം എന്ന് പറയുന്നത്. അത് രജിസ്റ്ററുകളാണ് CPU-ന്റെ പ്രധാന മെമ്മറിയാണ് എന്ന് പറഞ്ഞാൽ രജിസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതിൽ കാണിക്കാം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. DRAM എന്നാന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ സ്റ്റാറ്റിക് റാൻഡം ആക്സസ് മെമ്മറി എന്നാന്ന് പറഞ്ഞു, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാന്ന് പറഞ്ഞു, രജിസ്റ്ററുകൾ എന്താണെന്നും പറഞ്ഞു. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നമ്മുടെ അടുത്ത ക്വസ്റ്റിൽ എന്താ പറയുന്നത്? ഒരു കമ്പ്യൂട്ടർ മോണിറ്ററിലെ ഒരു ചിത്രത്തിന്റെ വ്യക്തതയെ അളക്കുന്ന ഘടകം അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളൊരു ഇമേജ് നമ്മുടെ മോണിറ്ററിലോ നമ്മുടെ സ്ക്രീനിലോ നമ്മുടെ ഫോണിലോ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യും അതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 3 ഓപ്ഷൻസ് ആണ്, 3 കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. പിക്സൽ റെസൊല്യൂഷൻ ചെയ്യാറുണ്ട്, ഡോട്ട് പിച്ച് ചെയ്യാറുണ്ട്, പുതുക്കൽ നിരക്ക് അഥവാ റീഫ്രഷ് റേറ്റ് ചെയ്യാറുണ്ടെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വേണ്ടി പിക്സൽ റെസൊല്യൂഷൻ ചെയ്യാറുണ്ടെന്നത്, അതായത് നമ്മുടെ പിക്സൽസിന്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ ഇമേജിന്റെ ക്ലാരിറ്റി കൂടും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് പിക്സൽ റെസൊല്യൂഷൻ നമ്മുടെ ഒരു ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. നമ്മുടെ ഒരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്സൽ റെസൊല്യൂഷൻ എടുക്കാൻ പറ്റും. അതായത് നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു പിക്സൽ ആണല്ലേ, ഈ പിക്സൽസിന്റെ എണ്ണം കൂടുന്തോറും എന്ത് പറ്റും? നമ്മുടെ ഇമേജിന് ഒരു ക്ലാരിറ്റി കൂടാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് പിക്സൽ റെസൊല്യൂഷൻ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ കിടക്കുന്നത് ഡോട്ട് പിച്ച് എന്നാണ്. ഡോട്ട് പിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് നമ്മൾ പിക്സൽ റെസൊല്യൂഷന്റെ ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡോട്ട് പിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ എണ്ണം കുറയുന്തോറും എന്ത് പറ്റും? നമ്മുടെ ഇമേജിന് ക്ലാരിറ്റി കൂടും, അതിന് തന്നെ ടെസ്റ്റിന് ക്ലാരിറ്റി കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് നമ്മുടെ ആൻസർ ആയിട്ട് എന്ത് എടുക്കാം? ഡോട്ട് പിച്ച് നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഉള്ളത് പുതുക്കൽ നിരക്ക് അഥവാ റീഫ്രഷ് റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എത്രത്തോളം റീഫ്രഷ് ചെയ്യുന്നു അത്രത്തോളം എന്ത് പറ്റും? അതിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ സ്മൂത്ത്നെസ് കൂടാൻ സാധിക്കും അല്ലെ. അതിന് തന്നെ നമുക്ക് ആൻസർ ആയിട്ട് എന്തെടുക്കാൻ പറ്റും? പുതുക്കൽ നിരക്കും നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കാൻ സാധിക്കും. ആ ഒരു 3 കാര്യങ്ങളും നമുക്കൊരു ഇമേജ് ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമുക്കൊരു കമ്പ്യൂട്ടർ മോണിറ്ററിലെ ചിത്രത്തിന്റെ വ്യക്തതയെ അളക്കുന്ന ഏത് ഘടകമാണ്? പിക്സൽ റെസൊല്യൂഷൻ ആണ്. കൂടുതൽ പിക്സൽസ് കൂടുതൽ വ്യക്തത നൽകുന്നു. ഡോട്ട് പിച്ച് എന്താ? ഡോട്ട് പിച്ച് കുറയുമ്പോൾ ചിത്രത്തിന്റെ കൂടുതൽ ഷാർപ്പ്നെസ് കൂടും. അതായത് നമ്മുടെ പിക്സൽ റെസൊല്യൂഷൻ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ ആട്ടോ പറയുന്നത് ഡോട്ട് പിച്ച് എന്ന്. അതിന്റെ ഇത് കുറയുമ്പോൾ എന്ത് കൂടും? ഡോട്ട് പിച്ച് കുറയുമ്പോൾ ചിത്രത്തിന്റെ കൂടുതൽ ഷാർപ്പ്നെസ് കൂടും. പുതുക്കൽ നിരക്ക് അഥവാ റീഫ്രഷ് റേറ്റ് കൂടുമ്പോൾ കൂടുതൽ ഹെഡ്സ് വരുമ്പോഴത്തോളം എന്ത് പറ്റും? സ്മൂത്ത്നെസ് ആയിരിക്കും, ഡിസ്പ്ലേ ചെയ്യാനൊക്കെ അതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇവിടെ അടുത്ത ക്വസ്റ്റിൽ എന്താ പറയുന്നത്? ഒരു OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതും ഒരു നെറ്റ്വർക്കിനെ നിരവധി വിഭവങ്ങളായി ഉപഭോജിപ്പിക്കുന്നതുമായ നെറ്റ്വർക്ക് ഉപകരണം ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് നമുക്ക് ഒരു OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. OSI മോഡലിന്റെ ഡേറ്റ ലിങ്ക് ലെയറിനെ കുറിച്ചുള്ള ഡേറ്റ ലിങ്ക് ലെയറിൽ പെടുന്ന ഒരു നെറ്റ്വർക്ക് ഡിവൈസ് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിനുപോലെ തന്നെ ഡേറ്റ ലിങ്ക് ലെയർ എത്രാമത്തെ ലെയർ ആണെന്ന് അറിയണം അല്ലെ. ഡേറ്റ ലിങ്ക് ലെയർ എന്ന് പറഞ്ഞാൽ 2ാമത്തെ ലെയർ ആണ്. OSI മോഡലിന്റെ 2ാമത്തെ ലെയർ ആണ് എന്നു പറഞ്ഞാൽ ഡേറ്റ ലിങ്ക് ലെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ ലിങ്ക് ലെയർ OSI മോഡലിന്റെ 2ാമത്തെ ലെയർ ആണ് കേട്ടോ. അപ്പോൾ അതിൽ പെടുന്നത് ഏത് ഡിവൈസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് വേണ്ടി കിടക്കുന്നത് റൂട്ടർ ആണ്. റൂട്ടർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയറിന്റെ 3ാമത്തെ ലെയർ ആണ്. എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയറിന്റെ 3ാമത്തെ ലെയർ ആണ് എന്ന് പറഞ്ഞാൽ റൂട്ടർ എന്ന് പറയുന്നത്. അതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് എടുക്കില്ല. കാരണം റൂട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. റൂട്ടർ എന്ന് പറഞ്ഞാൽ സിമിലർ നെറ്റ്വർക്ക്സിന് തമ്മിലുള്ളൊരു റൂട്ട് അല്ലെങ്കിൽ ഒരു പാത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നൊരു ജോലിയായിരിക്കും റൂട്ടറിനുള്ളത്. അതൊരു നെറ്റ്വർക്ക് ലെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. OSI മോഡലിന്റെ 3ാമത്തെ ലെയർ ആണ്. അപ്പൊ നെറ്റ്വർക്ക് ലെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആര്? റൂട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മുടെ ആൻസർ റൂട്ടർ ആയിട്ട് എടുക്കില്ല. പിന്നെ കിടക്കുന്നത് ബ്രിഡ്ജ് ആണ്. അതെ, ബ്രിഡ്ജ് നമ്മുടെ ആൻസർ ആണ്. കാരണം OSI മോഡലിലെ ഡേറ്റ ലിങ്ക് ലെയറിന്റെ 2ാമത്തെ ലെയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രിഡ്ജ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. ബ്രിഡ്ജ് എന്തായിരുന്നു? നമുക്ക് സിമിലർ ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു ബ്രിഡ്ജിന്റെ ജോലി. അതായത് സെഗ്മെന്റ്സിന് ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി നമുക്ക് തിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? ഓപ്ഷൻ ബി അഥവാ ബ്രിഡ്ജ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പിന്നുള്ളത് ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണെങ്കിലും ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ്
റൂൾസ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യുന്ന നെറ്റ്വർക്ക്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് എന്ന് പറഞ്ഞാൽ ഗേറ്റ് വേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മുടെ ആൻസർ സി വരില്ല. കാരണം ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ വലിയ ഡേറ്റ ലിങ്ക് ലെയറിനെ ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. ഒരിക്കലും അതൊരു നെറ്റ്വർക്ക് ലെയറിന്റെ ഭാഗമായിട്ട് വരില്ല. അതായത് OSI മോഡിന്റെ ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഭാഗമായിട്ട് വരില്ല. പിന്നുള്ളത് മോഡമാണ്. മോഡം എന്ന് പറഞ്ഞാൽ എന്താ? മോഡം എന്ന് പറഞ്ഞാൽ ഒരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യുക ഒരു ജോലിയാണ് മോഡത്തിനുള്ളത്. അത് ഇന്റർനെറ്റ് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരിക്കലും നമ്മുടെ ഇവിടുത്തെ ഒരു ആൻസർ ആയിട്ട് മോഡത്തിനെ കാണാൻ സാധിക്കില്ല. നമ്മുടെ ആൻസർ എന്താണ്? ബ്രിഡ്ജ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഇമേജ് കാണാൻ സാധിക്കും. നമ്മൾ ഈ ഇമേജ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ കണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. അടുത്തത് അവിടെയും ഒരു മാത്സ് ഫോളോയിങ് ആണ് ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഇനി പറയുന്നവ ശരിയായി പൊരുത്തപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിതൊരു സൈബർ കുറ്റമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലെ? കാരണം മൗസ് പവർ ഉണ്ട്, സ്റ്റാമ്പിംഗ് ഉണ്ട്, സൈബർ നിയമമുണ്ട്, ഫിഷിംഗ് എന്നൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു സൈബർ ക്രൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കൊരു മാത്സ് ഫോളോയി നോക്കാം. മൗസ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതൊരു മാൽവെയർ അല്ലെങ്കിൽ ഒരു വൈറസ് ആണ്. അതായത് മാൽവെയർ അല്ലെങ്കിൽ ഒരു വൈറസിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ മൗസ് പവർ എന്നത് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന എന്താ? ഓപ്ഷൻ, ഇതായത് വൈറസ് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്പാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? സ്പാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാനെ മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്പാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്ക് ബൾക്കായിട്ടുള്ള ഇമെയിൽസ് വരും അല്ലെ? കുറെ ഇമെയിൽസ്, നമുക്ക് ഫേക്ക് ഇമെയിൽസ് വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു നിരവധി ഇമെയിൽസ് വന്ന് ഇനിയായിരിക്കും നമ്മൾ സ്പാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ രണ്ടാമത്തെ സ്പാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ബിയിലോട്ടായിരിക്കും പോകുന്നത്. അതായത് ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ സ്പാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബൾക്കായിട്ടുള്ള ഇമെയിൽസ് വരുമ്പോഴാണ് നമുക്ക് സ്പാമിംഗ് എന്നൊരു ക്രൈം യൂസ് ചെയ്യുന്നത്. അടുത്തത് സൈബർ നിയമം എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തായാലും ഓപ്ഷൻ എയിലായിരിക്കും വരുന്നത് അല്ലെ? കാരണം എന്താ? സൈബർ നിയമങ്ങൾ അല്ലെങ്കിൽ സൈബർ റൂൾസ് ഫോളോ ചെയ്യുന്നതായിരിക്കും. സൈബർ കുറ്റകൃത്യങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നിയമങ്ങളെയാണെന്ന് പറഞ്ഞാൽ സൈബർ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ മൂന്നാമത്തേതിനായിട്ട് നമുക്ക് എ എന്ന് പറയുന്ന ഓപ്ഷനുമായിട്ട് ബന്ധിപ്പിക്കാം. പിന്നെ ഫിഷിംഗ് ആണ്. ഫിഷിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞ കുറെ 2-3 ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് അറിയാൻ പറ്റും ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേറ്റ മോഷ്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഫേക്ക് ലിങ്കുകളോ ഫേക്ക് വെബ്സൈറ്റോ യൂസ് ചെയ്തുകൊണ്ട് ഒരാളുടെ ഡീറ്റെയിൽസ് മോഷ്ടിച്ചെടുക്കുന്നതിനായിരിക്കും നമ്മൾ ഫിഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താ? ഡേറ്റ മോഷ്ടിക്കലായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നല്ലോ. അപ്പൊ നമുക്കിവിടെ കിട്ടിയല്ലേ? നമുക്ക് ഓരോന്നിനും മാത്സ് ഫോളോയും കിട്ടിക്കഴിഞ്ഞു. മൗസ് പവർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഏതാ? ഓപ്ഷൻ ബിയിലോട്ട് വരുന്നു. അതുപോലെ തന്നെ സ്പാമിംഗ് എന്ന് പറയുമ്പോൾ ഇമെയിലോട്ടായിരിക്കും പോകുന്നത്. സൈബർ നിയമം എന്താ? സൈബർ കുറ്റകൃത്യം തടയാനുള്ളതായിരിക്കും. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഡേറ്റ മോഷ്ടിക്കലായിരിക്കും. നമ്മുടെ ആൻസർ ഇവിടെ എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാലോ. ഓക്കെ അല്ലേ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. മൗസ് പവർ നമ്മൾ ഓൾറെഡി പഠിച്ചു വെക്കുക. വൈറസിലോട്ടായിരിക്കും പോകുന്നത്. സ്പാമിംഗ് ഒരു ഇമെയിലിന്റെ കാര്യത്തിനായിരിക്കും ഉപയോഗിക്കുന്നത്. സൈബർ നിയമം സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നിയമങ്ങളായിരിക്കും സൈബർ നിയമങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫിഷിംഗ് എന്താ? ഡേറ്റ മോഷ്ടിക്കലിനെയായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഒരു HTML റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. കാരണം ഒരു വെബ്സൈറ്റിൽ ഏതാണ് https://www.mypage.com എന്നതിലേക്ക് ക്ലിക്ക് ചെയ്യാവുന്ന ലിങ്ക് ശരിയായി സൃഷ്ടിക്കുന്നത്. ഒരു ലിങ്ക് ശരിയായി സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു ക്ലിക്കബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് HTML ടാഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ ടാഗുകളാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ നമുക്കൊരു വെബ് പേജ് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ ഏതൊക്കെ ടാഗ് യൂസ് ചെയ്തെന്ന് അറിഞ്ഞു വെച്ചാൽ തന്നെ നമുക്ക് ഇതിന് ആൻസർ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷൻസും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലേ? അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഫസ്റ്റ് വേണ്ടി നമുക്ക് ഒരു HTML ടാഗ്, ഒരു HTMLന്റെ കോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഓപ്പൺ ബ്രാക്കറ്റും കാണും, ഒരു ക്ലോസ് ബ്രാക്കറ്റും കാണും. അതായത് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഈ ഒരു ആങ്കോർ ടാബ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് തുടങ്ങുന്നതിന് നമ്മൾ ഏത് ടാഗ് ആയിരിക്കും? എ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഓപ്ഷൻ എയിൽ നമുക്ക് ഒരു എ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് എടുക്കാൻ സാധിക്കുമോ നോക്കാം. അടുത്തത് നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് HREF വേണം. കാരണം ഒരു ലിങ്ക്, ഒരു ഡെസ്റ്റിനേഷൻ വേണം അല്ലേ? കാരണം ഏതിലേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു വഴി കണ്ടുപിടിക്കുന്ന ആരായിരിക്കും? HREF ആയിരിക്കും. അതൊരു ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് എന്നാണ് അതിന് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് ാണെന്ന് പറഞ്ഞാൽ HREF എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡെസ്റ്റിനേഷൻ, ഏതിലേക്കാണ് പോകേണ്ടതെന്ന് വഴി കാണിച്ചു കൊടുക്കുന്ന ആരായിരിക്കും? നമ്മുടെ HREF ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എയിൽ HREF ഇല്ല. കാരണം സോഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഫയലിന് വേണ്ടിയിട്ട് ഒരു ഫയല് പോകുന്നതിന്റെ റൂൾ കണ്ടുപിടിക്കാനായിരിക്കും നമ്മൾ സോഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരിക്കലും നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിട്ട് വരില്ല. പിന്നെ ഉള്ളതിനകത്ത് HREF ഉണ്ട്, പക്ഷെ ലിങ്ക് എന്നാണ് കിടക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? കാരണം ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ എ എന്ന് പറയുന്ന ഒരു ടാഗ്, അതായത് ആങ്കോർ ടാഗ് യൂസ് ചെയ്യുന്നത്. അതൊരിക്കലും നമ്മുടെ ലിങ്ക് വരില്ല. ലിങ്ക് നമുക്കറിയാം, അതൊരിക്കലും നമ്മുടെ ആൻസർ ആയിട്ട് വരില്ല. പിന്നുള്ളത് നമുക്ക് എന്ത് വേണം?
പിന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മൈ പേജ് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലെ. മൈ പേജ് നമുക്കൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. കാരണം ഈ മൈ പേജ് എന്ന് പറയുന്ന അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വെബ്സൈറ്റിലേക്ക് പോകണം. അപ്പൊ നമ്മൾ google.com എടുക്കണമെങ്കിൽ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്താൽ ഗൂഗിളിന്റെ വെബ്സൈറ്റിൽ പോകണം. അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ മൈ പേജിൽ ക്ലിക്ക് ചെയ്ത് ആ പേജിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു പേജ് തന്നിട്ടുണ്ടോ? ഉണ്ട്, അതല്ലേ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും നമുക്ക് ഒരിക്കലും ഓപ്ഷൻ ബി ആയിട്ട് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റില്ല. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ. ഡി എടുക്കാൻ പറ്റുമോ? കാരണം എന്താ, തുടക്കം ഉണ്ട്, പക്ഷെ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു വഴി നമുക്ക് ഡിയിൽ പറയുന്നുണ്ട്? ഒരിക്കലും പറയുന്നില്ല. അപ്പൊ നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്തുണ്ടായിരിക്കണം? ഒരു ആങ്കർ ടാബ് ഉണ്ടായിരിക്കണം, HREF വേണം. അതുപോലെ തന്നെ നമുക്കൊരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാനുള്ളത് // ഇട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു ടാഗും അവിടെ വേണ്ടിയിരിക്കണം. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമുക്ക് ഓപ്ഷൻ ഡി അല്ല, നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ. അതെ, നമ്മുടെ ഓപ്ഷൻ സി ആണ്. HTML ഹൈപ്പർ ലിങ്ക് സൃഷ്ടിക്കാൻ നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി തന്നെ ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലേ. ഒരു ആങ്കർ ടാഗ് ഉണ്ടായിരിക്കണം, അതായിരിക്കും സ്റ്റാർട്ടിങ്ങും ഉണ്ടായിരിക്കണം, ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ടായിരിക്കണം കേട്ടോ. ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ HREF ആട്രിബ്യൂട്ട്, അതായത് ഹൈപ്പർ ടെക്സ്റ്റ് റെഫറൻസ് ഉണ്ടായിരിക്കണം. ഒരു ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത് നൽകിയിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ HREF യൂസ് ചെയ്യുന്നത്. പിന്നെ എന്താ ഉണ്ടായിരിക്കണം? മൈ പേജ് ക്ലിക്ക് ചെയ്യുന്ന ടെസ്റ്റ്, ഏത് ടെസ്റ്റിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ നമ്മൾ മൈ പേജ് എന്നൊരു പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിന്റെ ഉള്ളിലേക്ക് തന്നെ പോകണം. അപ്പൊ അതിനുണ്ടായിരിക്കണം നമുക്കൊരു പേജ് പേരുണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ലിങ്ക് ഒരു HTML ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട ആവശ്യങ്ങൾ. ഓക്കെ അല്ലേ? നമുക്ക് ഇന്ന് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിൽ പറയുന്നത് എന്താ? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു വേരിയബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഏത്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്റ്റോർ നിർദ്ദേശം എന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വേണ്ടി കിടക്കുന്നത് ഓപ്ഷൻ എ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതെന്താ? ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ = B എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്റെ കയ്യിൽ ഒരു 10 എന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ ആ 10 എന്ന് പറയുന്ന വാല്യൂ ഞാൻ എങ്ങോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുവാണ്? എ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ആൻസർ കിട്ടിയല്ലേ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. കാരണം താഴെ പറയുന്നതിൽ ഒരു സ്റ്റോർ നിർദ്ദേശം നൽകുന്നത് എന്താണ്? എ എന്നാണ്. നമുക്ക് കാണാൻ സാധിക്കും = എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന ബിയിലുള്ള വാല്യൂവിനെ അവിടെ എയിലേക്ക് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 10 ഉണ്ടെങ്കിൽ ആ 10നെ നമ്മൾ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതോട് പറഞ്ഞു പോകാം അല്ലെ. ഓപ്ഷൻ ബി പറയുന്നുണ്ടോ? റീഡ് എ എന്ന് പറയുന്നുണ്ട്. റീഡ് എ എന്ന് പറയുമ്പോൾ ഞാൻ 10 എന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ അതിന് റീഡ് ചെയ്യണം, അവിടെ ഒരു ഇൻപുട്ട് അവിടെ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഒരു ഇൻപുട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 10നൊക്കെ നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ റീഡ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. പിന്നീട് കൊടുത്തിരിക്കുന്നത് എന്താ? പ്രിന്റ് എക്സ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഞാൻ 10 എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു വേരിയബിൾ ഉണ്ട്, എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ. ഞാൻ 5 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു. ഈ 5 എന്ന് പറയുന്ന നമ്പർ ഇവിടെ പ്രിന്റ് എക്സ് ഒരു ഔട്ട്പുട്ട് ആണ് അവിടെ കൊടുക്കുന്നത്. പ്രിന്റ് എക്സ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഇവിടെ വരുന്നത് എന്താ? ഇപ്പൊ ഈ എക്സിലുള്ള വാരിയബിൾ ഇപ്പം എത്ര? നമ്മൾ 5 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് എന്തായിരിക്കും? 5 എന്നായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. കാരണം ഒരു ഔട്ട്പുട്ട് ആണ് അവിടെ കൊടുക്കുന്നത്. എന്ത്? പ്രിന്റ് എക്സ് എന്ന് പറഞ്ഞാൽ. റീഡ് എന്തായിരുന്നു? അതൊരു ഇൻപുട്ട് ആയിരുന്നു. പ്രിന്റ് എക്സ് എന്താ? അതൊരു ഔട്ട്പുട്ട് ആയിരുന്നു. ഇവിടെ ഒരു ഈഫ് കണ്ടീഷൻ ആണ്, അതൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പറഞ്ഞു എക്കകത്ത് 10 ഉണ്ട്, അതുപോലെ തന്നെ ബിക്കകത്ത് 5 ഉണ്ടെങ്കിൽ 10 > 5, അങ്ങനെ ഒരു കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കും ഓപ്ഷൻ ഡി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ആവശ്യമുള്ളത് ഒരു ഡേറ്റാനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള നിർദ്ദേശം ഏതെന്നാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കാണാൻ സാധിക്കും അല്ലെ. ബിയിലുള്ള വാല്യൂവിനെ എയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ റീഡ് ചെയ്യുന്ന ഒരു വേരിയബിളിലേക്ക് ഡേറ്റാനെ കൊടുക്കുകയാണ്, അവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിന്റ് എക്സ് എന്താ? വാല്യൂ സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ഔട്ട്പുട്ട് എവിടെയാണ് അവിടെ കാണിക്കുന്നത്. ഇവിടെ എന്താ? ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുവാണ്. A > B എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് ഡിസ്കസ് ചെയ്തൊക്കെയായിരുന്നു നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ phase 1ലെയും phase 2ലെയും IT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ കമ്പാരിസൺസും ഫങ്ഷൻസും ഫുൾ ഫോമും എല്ലാം പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഇനി മെയിൻ എക്സാംസ് ആണ് വരാൻ പോകുന്നത് അല്ലേ. നമുക്ക് എന്തൊക്കെ കോഴ്സ്? നമുക്കിനി കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും യൂണിവേഴ്സൽ ബോർഡ് അസിസ്റ്റന്റിന്റെയും ഇൻസ്പെക്ടറിന്റെയും സബ് ഇൻസ്പെക്ടറിന്റെയും കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അതിന്റെ പുതിയ നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് കൂടുതൽ നിർദ്ദേശങ്ങൾ അറിയുവാനായിട്ടാണ് നമ്മുടെ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.